ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോൺ നഴ്സ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശില്പ. ഞാൻ പ്രൊഫഷണലി ഒരു നിയോനേറ്റൽ നഴ്സാണ്. വർക്ക് ചെയ്യുന്നത് UK-ലാണ്. ഇപ്പം നാട്ടിലുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 40 ഡേയ്സായി. സെക്ഷൻ ആയിരുന്നു. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് പോസ്റ്റ് പാർട്ടം റിക്കവറി. ഓരോ അമ്മമാരും പോസ്റ്റ് പാർട്ടം പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് പാർട്ടം പീരീഡിൽ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തെന്നും അതെങ്ങനെയായിരുന്നു എന്നും അതുപോലെ തന്നെ 1-2 ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോസ്റ്റ് പാർട്ടം ഫേസിലൂടെ പോകുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഫിസിക്കൽ റിക്കവറിയിൽ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ പെയിനാണ്. അതായത് സെക്ഷൻ കഴിഞ്ഞ് ഒരു 3-4 hours കൊണ്ട് നമ്മുടെ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അനസ്തീഷ്യൻ്റെ എഫക്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അതൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ്. അത് കഴിഞ്ഞൊരു 3-4-5 ദിവസത്തേക്ക് ഓൾറെഡി എനിക്ക് സെക്ഷൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഇത് സെക്കൻഡ് സെക്ഷൻ ആയതുകൊണ്ടും ഞാനത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്കറിയാമായിരുന്നു എത്രമാത്രം പെയിനുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോരോ പെയിനുകൾ, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഈ പ്രോബ്ലംസും പെയിനും, വയറിൽ പെയിൻ, ഈ ഇൻസിഷൻ്റെ അതായത് സിസേറിയൻ ചെയ്തതിൻ്റെ പെയിൻ, എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉള്ള പെയിൻ, പിന്നെ എന്നാ പറയുക, ആദ്യമായിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ, അങ്ങനെ അതാണ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുന്ന ഒരു ഓർമ്മയിൽ വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഫിസിക്കൽ റിക്കവറിയിൽ വരുന്ന ടോപ്പിക്കുകൾ ഓരോന്ന് നോക്കാം. ആദ്യത്തേത് സെക്ഷൻ റിക്കവറി. അതായത് സെക്ഷൻ്റെ റിക്കവറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ ഉണ്ടാകും, നല്ല പെയിൻഫുൾ ആയിരിക്കും ആദ്യത്തെ സമയത്ത്. പെയിൻ കില്ലേഴ്സ് നമുക്ക് തരും. അപ്പം എപ്പോഴൊക്കെ പെയിനാണെന്ന് തോന്നുവാണോ അപ്പം നമുക്ക് പെയിൻ കില്ലേഴ്സ് ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ നഴ്സസിനോട് ചോദിച്ച് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഴിവതും വോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതുപോലെ തന്നെ റെസ്റ്റും ചെയ്യണം. അപ്പം നമ്മൾ ഇനീഷ്യലി തന്നെ ആദ്യമേ തന്നെ ഈ 3-4 hours കഴിയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യാൻ ട്രൈ ചെയ്യണം. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡോക്ടർ വന്നപ്പോഴാണ് ടേൺ ചെയ്യുന്നത്. പക്ഷേ അതൊരു ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റായി. വേറെ വഴിയില്ല, നമ്മൾ എഴുന്നേറ്റല്ലേ പറ്റൂ. ആ രീതിയിൽ എഴുന്നേറ്റു. അതൊരു ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിവതും മൂവ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കണം. പിന്നെ അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്റ്റ്, അതായത് ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് എടുക്കരുത്. അത് നമ്മുടെ ബേബീനെക്കാട്ടിലും കൂടുതൽ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഇൻസിഷൻ, അതായത് സിസേറിയൻ ചെയ്ത ആ ഒരു കട്ട് ചെയ്ത വൂണ്ടുണ്ടല്ലോ, അതെപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. നമ്മുടെ നാട്ടിൽ സോപ്പിട്ടിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കാനാണ് പറയുന്നത്. എന്നിട്ട് അവർ തരുന്ന ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുക. അതെപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക കേട്ടോ, ഇൻഫെക്ഷനൊന്നും വരാതെ. ഇനി ഒരു അഡ്വൈസ് തരാനുള്ളത്, ഇൻ കേസ് നമുക്ക് വല്ല ചുമയോ കോഫോ സ്നീസിങ് തുമ്മലോ അതുപോലെ ചിരിക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും ആദ്യത്തെ ഒരു 1 week 2 weekലല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പില്ലോ ഈ വയറിൻ്റെ അവിടെ ഇങ്ങനെ മുറുക്കി വെച്ചിട്ട് ചിരിക്കുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനൊരു സപ്പോർട്ടാകും കേട്ടോ. അപ്പോൾ അടുത്തത് നോർമൽ ഡെലിവറി റിക്കവറി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഞാൻ ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഡെലിവറീൻ്റെ സമയത്ത് നമ്മുടെ വജൈനയിൽ അവരൊരു മുറിവുണ്ടാക്കും, എന്നിട്ടാണല്ലോ ബേബീനെ എടുക്കുന്നത്. അപ്പോൾ അതിന് എപ്പിസിയോട്ടമി എന്നാണ് പറയുന്നത്. ചിലരിലത് കൂടുതൽ മുറിവുണ്ടാകുവാനും അപ്പം ആ മുറിവിൻ്റെ ആഘാതം ഇത്തിരി കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം എന്തൊക്കെയാണെങ്കിലും അതിന് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ആ ഒരു സ്കിന്നിങ്ങനെ മുറിഞ്ഞാണല്ലോ ബേബി വരുന്നത്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് വേണമെങ്കിൽ ഐസ് പാക്ക് വെക്കാം. അതിനുശേഷം 1 day കഴിഞ്ഞിട്ട് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം. സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബേസിനിൽ വാം വാട്ടറിൽ സോൾട്ട് ഇട്ടിട്ടോ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ബെറ്റാഡിൻ ഒഴിച്ചിട്ടോ നമുക്ക് അതിലിരുന്നിട്ടുണ്ട് ആ മുറിവൊന്ന് വേഗം ഉണങ്ങാനും ഹീൽ ചെയ്യാനൊക്കെ സഹായകമാകും കേട്ടോ. പിന്നെ രണ്ടാമതായിട്ടൊരു പെരി ബോട്ടിൽ എന്ന് പറഞ്ഞൊരു ബോട്ടിൽ അവൈലബിൾ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ തന്നെ എടുത്താലും മതി. എന്നിട്ട് അതിലൊരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ട് ആ മുറിവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കുക. അതായത് ഇറിഗേഷൻ പോലെ, അതായത് അവിടെ ക്ലീൻ ആക്കുന്നു. അങ്ങനെ ആ വെള്ളം അങ്ങോട്ട് വന്ന് തട്ടുമ്പോൾ ശരിക്കും അതിലൂടെ ക്ലീൻ ആവുകയും നമുക്കൊരു നല്ല കംഫർട്ടും ആയിരിക്കും. ടിഷ്യൂ ഒക്കെ വെച്ച് വൈപ്പ് ചെയ്യുന്നതിലുമൊക്കെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സിറ്റ്സ് ബാത്ത് ഒരു ദിവസം 3 നേരം ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ.
അപ്പം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഈ ബോട്ടിൽസ് യൂസ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം പാഡ് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാനും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനും ശ്രമിക്കുക കേട്ടോ. അടുത്തത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ഒരു 4 to 6 വീക്സ് ബ്ലീഡിംഗ് ഉണ്ടാകും. ചിലപ്പം അത് നമുക്കൊരു 1 വീക്ക് 1.5 വീക്ക് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകും. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു ബ്ലീഡിങ് പോലെ തോന്നും. പക്ഷേ എന്നാൽ അപ് ടു ഒരു 6 വീക്സ് അത് നോർമലാണ്. പിന്നെ ഇനീഷ്യലി ഉള്ള ബ്ലീഡിങ് ഇത്തിരി ഹെവി ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും അത് ഒരുപാട് ഓവറായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പാഡ് ചേഞ്ച് ചെയ്യാനും വേഗം അത് ഭയങ്കര കൂടുതൽ ബ്ലീഡിങ് ആകുവാണെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ ഡോക്ടറോട് ഇൻഫോം ചെയ്യണം. അപ്പോൾ അടുത്ത് നമുക്ക് മെൻ്റൽ ആൻഡ് ഇമോഷണൽ റിക്കവറി എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇമോഷണലി ഒക്കെ കുറച്ചൊക്കെ അൺസ്റ്റേബിൾ ആകുന്ന സമയമാണല്ലോ ഇത്. എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞൊരു 3rd ഡേ ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കരയുക, ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുക, ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കുക, അമ്മയായിട്ട് വഴക്കുണ്ടാക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോഴാട്ടോ അത് നമ്മളല്ലായിരുന്നു എന്ന് തോന്നിയത്. മെയിനായിട്ട് എന്ത് പ്രോബ്ലം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി മോളുണ്ടായിരുന്നു. അവൾ 2.5 വയസ്സേ ആയുള്ളൂ കേട്ടോ. അവളെ കാണാഞ്ഞിട്ടൊരു 2 ദിവസമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവളെ വല്ലാതെ മിസ് ചെയ്തൊരു ഫീലും. അവളെ കാണണമെന്നും പറഞ്ഞ് ഞാൻ കരയുകയൊക്കെ ചെയ്തു, ഫോൺ വിളിച്ച് കരയുകയൊക്കെ ചെയ്തു. പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് സില്ലി കാര്യങ്ങൾക്കൊക്കെ കരഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വരുന്ന ഇഷ്യൂ ആണ്, നോർമലാണ്. ഞാൻ പക്ഷേ അന്ന് ഭയങ്കര നോർമലാണ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ള ഇതിൽ കൺസെപ്റ്റിലാണ് പോയത്. പിന്നീട് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബേബി ബ്ലൂസും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് നോക്കാം. ബേബി ബ്ലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3rd ഡേ മുതൽ ഒരു 1-2 വീക്ക് വരെയുള്ള സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഇമോഷണൽ പ്രോബ്ലംസ്. അതായത് നമ്മൾ എനിക്ക് സംഭവിച്ചതുപോലെ കരയുക, നമ്മൾ വെറുതെ ആങ്ഷ്യസ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി ചെറിയ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അത് കോമൺ ആണ്, അത് നോർമലാണ്. അതല്ല അതിൽ കൂടുതലായിട്ട് നീ കണ്ടിന്യൂസ്ലി ആങ്ഷ്യസ് ആണ്, വല്ലാതെ വറീഡാണ്, ബേബീനെ ഒന്നും എടുക്കാൻ പോലും തോന്നുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുവാണെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക. ഇത് കോമൺ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം കോമൺ ആണ്. നിങ്ങൾ ഇനീഷ്യലി ആരോടെങ്കിലും പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഒരു കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ആവശ്യം ഇനീഷ്യലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനീഷ്യലി ഇത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തത് മൂവ്മെൻറ്റ് ആൻഡ് റെസ്റ്റ്. നമ്മളൊരു വലിയൊരു പ്രോസസ്സിലൂടെയും കടന്നു വന്നതാണ് അല്ലേ. പ്രഗ്നൻസി, ചിലർക്കൊക്കെ വോമിറ്റിംഗ് വളരെ കൂടുതലായിരുന്നു. പിന്നെ അബ്ഡോമൻ്റെ ആ ഒരു സൈസ് കാരണം ഉള്ള ഇഷ്യൂസ്, ഉറക്കക്കുറവ്, പിന്നെ വെരിക്കോസ് വെയിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ പല പ്രോബ്ലംസിലൂടെ കടന്നു വന്ന് നമ്മൾ പിന്നെ ഒരു ഡെലിവറീൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു ചേഞ്ച്, അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയ സമയമാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് 1 മന്ത് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ മൂവ്മെൻറ്റും നമ്മൾ വാക്കിങ്ങും അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പോൾ സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും നമ്മൾ വിത്തിൻ ഒരു 1 ഡേക്ക് ശേഷം, സി സെക്ഷൻ ആണെങ്കിൽ 1 ഡേക്ക് ശേഷം നടക്കാൻ എന്തായാലും ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ അത് കാലിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനൊക്കെ സാധ്യതയാണ്. അതൊക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളോട് ഉടനെ തന്നെ നടക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം വാക്കിംഗ് അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി ആ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മസിൽസൊക്കെ ഒന്ന് നോർമൽ രീതിയിൽ വരാൻ നമ്മുടെ മൂവ്മെൻറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റെസ്റ്റും വേണം, നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തത് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നന്നായിട്ട് നോക്കുക. ബേബീൻ്റെ കാര്യമൊക്കെ നോക്കി നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് ചോദിക്കുക, നല്ല വാം വാട്ടറിൽ കുളിക്കുക, റിലാക്സേഷന് വേണ്ടി മ്യൂസിക്കൊക്കെ കേട്ട് നല്ലൊരു സ്ഥലത്തിരുന്ന് ഡീപ് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആവുന്നത് അത്യാവശ്യമാണ് കേട്ടോ ഈ സമയം. അടുത്തത് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കുറേ വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. എങ്കിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വാട്ടർ കുടിക്കുക, നന്നായിട്ട് ഓട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് ആട്ടോ. അത് നന്നായി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക. അതൊക്കെ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് നിപ്പിളോ അല്ലെങ്കിൽ നിപ്പിൾ സോറൊക്കെ ഉണ്ടെങ്കിൽ ലെനോളിൻ ബേസ്ഡ് ആയിട്ടുള്ള ക്രീം യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ഞാൻ ഓൾവേസ് സജസ്റ്റ് ചെയ്യും ഒരു ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ വാങ്ങിക്കുന്നത് നല്ലതാണ്. 1-2 പ്രാക്ടിക്കൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഡീപ് ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇത് ശരിക്കും നമ്മുടെ ഡെലിവറി സമയത്തും അതുപോലെ സിസേറിയൻ കഴിഞ്ഞിട്ട് പെയിൻ വരുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ, അതായത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വാ ഓപ്പൺ ചെയ്തിട്ട്
വാ ഓപ്പൺ ചെയ്ത് വായിലൂടെ ശ്വാസം വിടുന്നത് കേട്ടോ. ബേബി കരയാണ്, അതുകൊണ്ട് ബേബീനെ എടുത്തിട്ട് തന്നെ കഴിവതും ബേബി ഉറങ്ങുന്ന ബേബീൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിവതും ഉറങ്ങാൻ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ബേബി എണീക്കുമ്പോൾ പിന്നെയും നമുക്ക് ബേബീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പിന്നെ ബേബി ഉറങ്ങിയില്ലെങ്കിൽ നമുക്കത് പിന്നെയും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അബ്ഡോമിനൽ ബൈൻഡർ യൂസ് ചെയ്യാം. പിന്നീട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്ന് ഡിസ്ചാർജൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം മസിൽസൊക്കെ ഓൾറെഡി വീക്കാണല്ലോ. ഞാൻ ഒരിക്കലും പറയില്ല അത് വയറ് കുറയ്ക്കാൻ അബ്ഡോമിനൽ ബൈൻഡർ ഹെൽപ്പ് ചെയ്യുമെന്ന്. ചിലപ്പം ഹെൽപ്പ് ചെയ്യുമായിരിക്കാം, പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബാക്ക് പെയിനും ബാക്ക് ഇഷ്യൂസൊക്കെ മാറ്റാൻ നല്ലതാണ്. അപ്പോൾ എല്ലാ അമ്മമാരോടും പറയാനുള്ളത്, യു ആർ ഡൂയിങ് എൻ അമേസിങ് ജോബ്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെ പോസ്റ്റ്മോർട്ടം പീരീഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ടൈം എടുക്കും, എല്ലാം ഒന്ന് ശരിയായി വരാൻ കേട്ടോ. ടൈമും കൊണ്ട് എല്ലാം റിക്കവർ ആകും. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.